ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീട് ഏതാണ്ട് 4 സെൻറ്റ് 100 ലിങ്സിലാണ് വരുന്നത്. 2000-നടുത്ത് സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ കൂടിയാണത്. നല്ലൊരു എലിവേഷനിലാണോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷൻ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 8ഓളം കിലോമീറ്റർ മാത്രം ദൂരവും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കൂടാതെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററോളം ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 400-450 മീറ്റർ മാത്രം ദൂരവും വരുന്നുള്ളൂ. മനോഹരമായൊരു കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിരിക്കുന്നു. ഗേറ്റ് തുറന്ന് നേരെ അകത്ത് പ്രവേശിച്ചാൽ നല്ല സ്പേഷ്യസ് ഒരു കാർ പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. അതിൽ വീടിൻ്റെ മുറ്റത്ത് കടുപ്പാക്കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനെ വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ മുറ്റം, സൈഡ് വശങ്ങളിൽ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റുഭാഗത്തെല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള വീടുകൾ തന്നെയാണ് വരുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ദിക്ക് വരുന്നത്, ഇതിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. മാത്രമല്ല കിണറിൻ്റെ എല്ലാം സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് മൂലയിലുമാണ്. നല്ല വാസ്തു നോക്കി തന്നെ നിർമ്മിച്ചൊരു വീടാണിത്. മുൻവശത്തെ ഡോർ ഒരു പാളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ലിവിങ് സ്പേസിലേക്കാണ്. പഴയ തറവാട് വീടുകളുടെ മച്ച് പോലെയാണ് ഇവിടുത്തെ സീലിംഗ് വർക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് സ്പേസാണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസും നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളിൽ LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിലൊരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നമുക്ക് കാണാം സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു കോർട്ട്യാർഡ് പോലും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇൻവെർട്ടർ യൂണിറ്റിന് വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും അവൈലബിൾ ആണ്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വലിയൊരു കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെ മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ അടുത്ത ഡോർ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഈ വർക്ക് ഏരിയയിലും നമുക്ക് കാണാം കബോർഡ് വർക്കുകളും വാഷ് ബേസിനെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ കിച്ചൻ്റെ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ സ്പേഷ്യസ് ആയൊരു സ്പേസ് നേരത്തെ കാണിച്ചു. ഇവിടെ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും വേണമെങ്കിൽ ഒരു വലിയൊരു വർക്ക് ഏരിയ, ഒരു തേർഡ് വർക്ക് ഏരിയ അല്ലെങ്കിൽ തേർഡ് കിച്ചണെല്ലാം നമുക്കിവിടെ ഡിസൈൻ ചെയ്യാം. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളിൽ LED ലൈറ്റുകൾ, അതേപോലെ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബാത്റൂം ഏതാണ്ട് ഒരു 8 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഏതൊരു വലിയ ബെഡും അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്ക്വയർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ ഒരു വിൻഡോ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി നമുക്ക് ഒരു ഹാങ്ങിങ് ലൈറ്റെല്ലാം നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് പോയാൽ നമുക്ക് ഇവിടെ ഒരു വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ഹോം തിയേറ്റർ റൂമായി യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസ് അവൈലബിൾ ആണ്. സ്റ്റെയർ കേസ് ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ കേസാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല മനോഹരമായ ബെഡ്റൂമുകളാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു ടേബിൾ അവൈലബിൾ ആണ്. ഒരു വർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. സെക്കൻഡ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളിലും ഏതാണ്ട് 8 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ വയറിംഗ് വർക്കുകളെല്ലാം V-ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉടൻ വർക്കുകളൊക്കെല്ലാം ആഞ്ഞിലി മരമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പെയിൻറ്റുകളെല്ലാം ഏഷ്യൻ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെ ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തായി, ഇടപ്പള്ളിയിൽ നിന്ന് 8 കിലോമീറ്ററോളം ദൂരത്തായി കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. മാത്രമല്ല എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.